ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 19-ാം വാക്യം. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണിത്. ഈ ഒരു വചനഭാഗത്തില് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവര് വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ഉപദേശങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. മക്കളോടാണെങ്കിൽ പോലും നിങ്ങൾ പള്ളിയിൽ പോകണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, മാതാപിതാക്കന്മാരെ അനുസരിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം. ഇതൊക്കെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് എന്റെ ജീവിതത്തില് ഞാൻ പ്രാവർത്തികമാക്കുന്നുണ്ടോ? അതാണ് ഈശോ കൃത്യമായിട്ട് ഇന്നത്തെ വചനത്തിലൂടെ നമ്മളോടൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാനായിട്ട് പറയുന്നത്. അവര് വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോ അതാ ചെയ്തത്. അവന്റെ ജീവിതമാണ് മറ്റുള്ളവർക്ക് മാതൃക എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തില് മാറ്റമുണ്ടാവണം. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിന് മുൻപ് എന്റെ ജീവിതത്തിലെ എന്റെ കുറവുകളും എന്റെ പോരായ്മകളും മനസ്സിലാക്കി തിരുത്താനായിട്ട് ഞാൻ തയ്യാറാവണം. മനുഷ്യരാകട്ടോ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഇഷ്ടംപോലെ കുറവുകളുണ്ട്, ഇഷ്ടംപോലെ പോരായ്മകളുണ്ട്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, പാപത്തിന് അടിമപ്പെട്ടവരാ. ചില തഴക്ക് ദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ ജീവിതത്തിലെ ഈ കുറവ് ഞാൻ പരിഹരിക്കണം. പാപമോചനം നേടി ശുദ്ധമായ ഒരു ഹൃദയം ഞാൻ നേടണം. എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയതിന് ശേഷമാണ് മറ്റുള്ളവരെ തിരുത്താനായിട്ട് തയ്യാറാവണം. സ്വയം വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഇത് പറ്റുന്നില്ല. മറ്റുള്ളവരെ തിരുത്താനായിട്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി അത് പരിഹരിക്കാനായിട്ടുള്ള നെട്ടോട്ടമാണ് നമ്മുടെ ജീവിതം നടക്കുന്നത്. പക്ഷേ ഈശോ കൃത്യമായിട്ട് പറയുന്നത്, നീ തിരുത്തേണ്ടത് മറ്റുള്ളവരെയല്ല, നീ സ്വയം തിരുത്തി നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയുള്ളതായിരിക്കണം. നിന്റെ ജീവിതം വിശുദ്ധമാണ് എങ്കിൽ ആ ജീവിതം കണ്ട് മറ്റുള്ളവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ നോമ്പിന്റെ ദിനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ തിരുത്താനായിട്ടോ മറ്റുള്ളവരെ വിശുദ്ധരാക്കാനായിട്ടോ ഉള്ള സമയമല്ല, മറിച്ച് സ്വയം വിശുദ്ധരാകുവാനായിട്ട്, സ്വയം തിരുത്തി നമ്മുടെ പാപങ്ങള് ഏറ്റുപറഞ്ഞ് ശുദ്ധമായ ഹൃദയം നേടുന്നതിന്റെ സമയമാണ്. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ മനസ്സിലാക്കാം, അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുവാനായിട്ട്, സ്വയം വിശുദ്ധീകരിച്ച് ദൈവത്തെ ഹൃദയത്തിൽ സ്ഥാപിക്കുവാനായിട്ട്, ശുദ്ധമായ ഹൃദയത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.